ചിരട്ടയും പിടിച്ച് കഞ്ഞിയും കറിയാണെന്ന് ചോദിച്ചാൽ അല്ല, ഇതൊരു തരം പഴയ കളിയാണ്. പണ്ടുള്ളവർക്ക് അറിയായിരിക്കും ഇതെന്തോ സംഭവം, എച്ചം പിടിക്കുക എന്ന് പറയും. ഇതെന്താണെന്ന് എനിക്ക് ആധികാരികമായിട്ട് പറഞ്ഞു തരാൻ അറിയത്തില്ല. എന്തായാലും ഈ ചെറുക്കൻ പിടിക്കാനൊന്നും സമ്മതിച്ചിട്ടുണ്ടായിരുന്നില്ല. ഈ രണ്ടാമത്തെ കല്ലിട്ടപ്പോഴത്തേക്കും വെള്ളം എല്ലാം കൂടെ എൻ്റെ കൈ കൂടെ തെറിപ്പിച്ച് സംഭവം പൊള്ളിയിലെങ്കിലും ചെറിയ രീതിയിൽ ഇതായിട്ടുണ്ടായിരുന്നു. എവനാണെങ്കിൽ കമ്പ് കയറി കൊണ്ടുവന്നൊക്കെ പറഞ്ഞ് എന്നെ വിശ്വസിപ്പിച്ചെങ്കിൽ ഇത് സംഭവം പിന്നീട് എല്ലാവരും ഇങ്ങനെ അവിടെ എവിടെയായിട്ട് സ്പ്രെഡായി തുടങ്ങിയപ്പോൾ എല്ലാവരും പറഞ്ഞു ഇത് എച്ചനാണ്, എച്ചൻ പിടിക്കാൻ. അവൻ അതിനൊന്നും സമ്മതിച്ചില്ല. പിന്നെ എന്തായാലും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകാമെന്ന് വിചാരിച്ചു. അപ്പം ഇത്രയൊക്കെ ഇതായിരുന്നിട്ട് രാവിലെ കൊണ്ടുപോകാണ്ട് വൈകുന്നേരം കൊണ്ടുപോകാം എന്ന് വെച്ചേക്കുന്നതിൻ്റെ കാര്യം വേറെ ഒന്നുമല്ല. എനിക്കിന്നത് CDSൻ്റെ ട്രെയിനിങ് തുടങ്ങുകയാണ്. അപ്പോൾ ചോദിക്കും 2-3 ആഴ്ച മുന്നേ ട്രെയിനിങ് കഴിഞ്ഞതിൽ ഇതെന്തോ വീണ്ടുമെന്ന്. അത് മോഡൽ CDSൻ്റെ ട്രെയിനിങ്ങാണ്, ഇത് വെറും CDSൻ്റെ ട്രെയിനിങ്ങാണ്. അപ്പോൾ ഞാനും വിജയും കൂടെ ഒരുമിച്ചാണ് പോകുന്നത്. രണ്ടുപേരും ഒരിടത്തു നിന്ന് പോകുന്നത്. പിന്നെ എന്തിനാ 2 വണ്ടി? അങ്ങനെ ഞങ്ങൾ ഒരുമിച്ച് പോയ വഴി രാവിലെ തന്നെ മഴയായിരുന്നു. മഴയൊക്കെ തോന്നി ഞങ്ങൾ പഞ്ചായത്തിലെത്തി. ആറനാട് പഞ്ചായത്ത് ഒരുപാട് അങ്ങ് മാറിപ്പോയി. ഞാൻ ഇങ്ങനെയൊക്കെ മാറ്റം വന്നിട്ട് ഇത് ആദ്യമായിട്ടാണ് പോകുന്നത്. നമുക്ക് ഇപ്രാവശ്യം ആറനാട് വെച്ചിട്ടാണ് ട്രെയിനിങ്. ചെന്ന പാടെ അവർ ചായയും ഏത്തക്കായുമാണ് തന്നത്. ഞാൻ ഏത്തക്ക കഴിക്കത്തില്ല, അതുകൊണ്ട് വെറും ചായ മാത്രം കുടിച്ചിട്ട് ബാക്കിലോട്ട് പോയിരുന്നു. അപ്പോൾ നമ്മളതിൽ ഫ്രണ്ടിൽ വന്നിരിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞങ്ങൾ പോയി ഫ്രണ്ടിലിരുന്നു. അത് കഴിഞ്ഞിട്ട് ഈ പിള്ളേർക്ക് പ്രവേശനോത്സവത്തിന് മുട്ടായിയൊക്കെ കൊടുത്ത് സ്വീകരിക്കുമ്പോഴേ നമുക്കും മുട്ടായിയൊക്കെ തന്ന് സ്വീകരിച്ച് എനിക്കതൊക്കെ നല്ല ഇഷ്ടപ്പെട്ടു. അത് കഴിഞ്ഞിട്ട് ബുക്കും പേനയൊക്കെ തന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ക്ലാസ് തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ഫോണൊന്നും ഉപയോഗിക്കാൻ പറ്റില്ല, അതൊക്കെ മാറ്റി വെച്ചു. അതുകൊണ്ടാണ് ഇതിനിടയിലുള്ള വീഡിയോസ് ഒന്നും തന്നെ വരാത്തത്. പിന്നെ ഉച്ചയ്ക്ക് ചോറ് കഴിക്കാൻ സമയമായപ്പോഴത്തേക്കും നമ്മൾ സ്വന്തമായിട്ട് അവരുടെ കപ്പും പാത്രമൊക്കെ കൊണ്ടുപോയി കഴുകി വന്നതിന് ശേഷം ചോറൊക്കെ മേടിച്ച്. ചോറ് ഒരുപാട് ഐറ്റം ഉണ്ടായിരുന്നു. സാമ്പാർ, മീൻകറി, പൊരിച്ചത്, തോരൻ, അച്ചാർ, അങ്ങനെ. അത് കഴിഞ്ഞ് വീണ്ടും ക്ലാസ്സൊക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്കും ചായയും വടയും കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞ് ലാസ്റ്റ് മനസുന്ദരി ചിക്കനൊക്കെ ഉണ്ടാക്കുന്നതൊക്കെ കാണിച്ച് ക്ലാസ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ട്രെയിനിങ് കഴിഞ്ഞിട്ടില്ല, ഇനി 2 ദിവസം കൂടെ ഉണ്ട്. അപ്പം ഞാനും വിജിയും കൂടെ വരാനായിട്ട് ഇറങ്ങുവാണ്. വിജി എന്നെ കൊണ്ട് താഴെ റോഡിൽ ഡ്രോപ്പ് ചെയ്തിട്ട് അവളെ ജോലി നോക്കിയപ്പോൾ ഇങ്ങനെ ഞാൻ തിരിഞ്ഞ് കയറിയപ്പോഴത്തേക്കും എൻ്റെ കെട്ടിയവനും പിള്ളേരും കൂടെ എന്നെ അന്വേഷിച്ച് വരുന്നു. അപ്പോൾ അത്രയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാൻ.